മതം ഭ്രാന്തായി മാറുമ്പോഴാണ് തീവ്രവാദമായി മാറുന്നത്. താൻ വിശ്വസിക്കുന്ന ചിന്തകളോ മതങ്ങളോ മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവരെല്ലാവരും തങ്ങളുടെ ശത്രുക്കളാണെന്ന് കരുതുന്നതുമാണ് തീവ്രവാദം. തീവ്രവാദം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. അതിന് ഏറ്റവും അനുയോജ്യമായ പഴഞ്ചൊല്ല് മുല്ലപ്പോമ്പടി ഏറ്റിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്നുള്ളതാണ്. ചുറ്റുമുള്ള എല്ലാവരും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ കേട്ട് പഠിച്ച് വളരുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കശ്മീരിലെ പ്രശ്നം ഇത്രത്തോളം വഷളാകാനായിട്ട് ഈ തീവ്രവാദി സംഘടനയ്ക്ക് പാകിസ്ഥാൻ കൊടുക്കുന്ന പിന്തുണയാണ്. കശ്മീരിലെ പെഹൽഗാമിലെ ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകം ചെയ്യാനായിട്ട് മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് ആകണം ഇവരെടുത്തിട്ടുള്ളത്. ഇതിനായി ഇവർ തിരഞ്ഞെടുത്ത സമയം പ്രസക്തമാണ്. കാരണം കശ്മീരിൽ നിലനിന്നിരുന്ന 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞത് ഈ മിലിറ്റൻസിനെ നല്ലോണം പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 370 എന്നത് കാശ്മീരിന് സ്വയം ഭരണാവകാശം നൽകുന്ന ഒരു നിയമ ഭേദഗതിയായിരുന്നു. ഇതെടുത്തു കളഞ്ഞതോടെ കാശ്മീരികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും യാത്രാ നിബന്ധനകൾ ഒന്നുമില്ലാതെ തന്നെ ടൂറിസ്റ്റുകൾക്ക് കാശ്മീരിലേക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. ഇതുകൂടെ ആയപ്പോൾ കാശ്മീരിന്റെ സ്ഥിതിവിശേഷം മാറുകയായിരുന്നു. ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഏകദേശം 32 ലക്ഷം പേരോളം കാശ്മീരിൽ സന്ദർശകരായി എത്തിച്ചേർന്നിരുന്നു. വരുമാനത്തിന്റെ സിംഹഭാഗവും ടൂറിസത്തിൽ നിന്നായപ്പോൾ കാശ്മീരികൾക്ക് തീവ്രവാദി സംഘടനയോടുള്ള വിമുഖത കുറഞ്ഞു വന്നു തുടങ്ങി. പെഹൽഗാമിലെ ഈ ഒരു പ്രശ്നം കാരണം തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത് 2 മേജറായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനാണ്. 1. ഇന്ത്യയുടെ ഐക്യം നഷ്ടപ്പെടുത്തൽ. 2. കാശ്മീരികളെ പേടിപ്പിച്ച് തീവ്രവാദികളുടെ കൂടെ നിർത്തൽ. ഈ ഒരു പ്രവൃത്തി കാരണം കാശ്മീരിലെ ടൂറിസ്റ്റുകൾ ഗണ്യമായ തോതിൽ കുറയുമെന്നുള്ള കാര്യം സംശയം വേണ്ട. കൂടാതെ അമർനാഥ് തീർത്ഥാടനത്തിന്റെ കാര്യവും ആശങ്കയിലാണ്. ഇനി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചുറ്റിത്തിരിയുന്ന ഒരു മെസ്സേജിന്റെ കാര്യം പറഞ്ഞുതരാം. മരിച്ചവരുടെ മതത്തെ ചൊല്ലിയുള്ള അർത്ഥശൂന്യമായ വാക്പോര്. മരിച്ച 26 പേരിൽ 15 പേരും മുസ്ലിങ്ങളായിരുന്നു എന്നും അമുസ്ലിങ്ങളാണോ എന്ന് ചോദ്യം ചെയ്ത് അവരോട് കലീമ ചൊല്ലി കീഴ്വസ്ത്രം ഉരിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് സംഘപരിവാർ കെട്ടിച്ചമച്ച കഥയാണെന്നുമാണ് പറഞ്ഞു പരത്തുന്നത്. ആരെയും പ്രത്യേകിച്ച് വെള്ളപൂശി കാണിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. തീവ്രവാദികൾക്ക് മതമില്ല എന്ന കാര്യം ഏവരും ഓർക്കുക. നിഷ്ഠൂരമായ ഈ കൊലപാതകത്തിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ആരും നോക്കേണ്ട ആവശ്യമില്ല. മരിച്ച 26 പേരിൽ 25 പേരും അമുസ്ലിംസ് ആണെന്നും ഒരാൾ മാത്രം സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ മാത്രമായിരുന്നു മുസ്ലിം എന്നും അറിയുക. സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന മുസ്ലിം സഹോദരൻ തന്റെ കുതിരപ്പുറത്തിരുന്ന ടൂറിസ്റ്റിനെ രക്ഷിക്കാനായിട്ടുള്ള മൽപ്പിടുത്തത്തിനിടയിൽ ജീവത്യാഗം ചെയ്യപ്പെട്ടതാണെന്നും നിങ്ങൾ അറിയുക. കൂട്ടുകാരെ, നിങ്ങളുടെ മതം നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ. വേറെ ആളുടെ നാശത്തിനോ ദുഃഖത്തിനോ കാരണമാകരുത്. മതവും ജാതിയും ഒരാളെ അളക്കാനായി ഉപയോഗിക്കരുതെന്ന കാര്യം ഇവിടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. See you next video guys. Bye.